റിയ അവിടെ എന്താ കാണിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ഷോർട്സ് കണ്ടോണ്ടിരിക്കുകയാണ്. ശരി, എന്താണ് ജീപ്പിനെയും ജെറ്റിനെയും റോബോട്ടിനൊക്കെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്, അവരിപ്പോ വരും. ഹായ് റിയ, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ഇന്നലെ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് പറയാൻ വിട്ടുപോയത്. ഞാൻ പിന്നെ ഗിഫ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ അടിപൊളി ഗിഫ്റ്റ്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ അമ്പും വില്ലും. വെൽക്കം റിയ. പിന്നെ ഇത് ദുഷ്ടനായ ആളുകളുടെ മേലെ ഉപയോഗിച്ചാൽ അവൻ്റെ ഒറ്റയടിക്ക് തീർക്കും. അടിപൊളിയാണ് ഈ സാധനം. കുറച്ച് മാജിക്കൽ പവേഴ്സ് ഒക്കെ ഉണ്ട്. താങ്ക് യു ജീപ്പ്. ഞാൻ ഷോർട്സ് കാണട്ടെ. അയ്യോ, ഈ റിയ എന്താ കാട്ടിന്? ഒന്നുമില്ല, റിയ അങ്ങനെ ഷോർട്സ് ഉണ്ട് ഇങ്ങനെ തന്നെ. എപ്പോഴും എന്താ നല്ല എന്തെങ്കിലും കോമഡി ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും അവർ ചെയ്താൽ അയ്യോ, ഇത് റിയയുടെ സ്റ്റൈലാണ് ഷോർട്സ് കാണുമ്പോൾ. JCB, അത് നല്ലതൊരു വലിയ പ്രശ്നമാണ്. ആളുകൾക്ക് എന്താ നടക്കാന്ന് പറയാൻ പാടില്ല. നമ്മൾക്കെന്താ നടക്കുക? ബ്ലാക്ക് ഹോൾ ആക്ടിവേറ്റ് ആയി. അതെങ്ങനെ ഇപ്പോഴായത്? അത് സയന്റിസ്റ്റുമാരെ പറഞ്ഞതാ. അയ്യോ, നമുക്ക് എന്താ നടക്കാന്ന് അറിയില്ല അല്ലേ? അയ്യോ, നമ്മളുടെ എർത്തിനെ അത് മുഴുങ്ങിയാലോ ഇനി? സയന്റിസ്റ്റുമാർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭൂതത്തിനെ തോൽപ്പിച്ചാൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. എന്തായാലും റിയ എന്താ മേലെ നോക്കി സംസാരിക്കുന്നത്? പിന്നെ ഏത് ഭൂതത്തിനെ തോൽപ്പിക്കണ്ടേ? ഫോങ്ക്രിയ ഭൂതം. റിയ സോറി, ഫോങ്ക്രിയ അല്ല, ഫോഗ്ര. എന്ത്? ഫോഗ്ര. അയ്യോ, നമുക്ക് സംഭവിക്കും. അപ്പോൾ നമുക്കൊരു വഴിയുള്ള, നമുക്ക് ഈ ഭൂതത്തിന് തോൽപ്പിക്കണം. പക്ഷെ എങ്ങനെ? ഈ മാജിക്കൽ പവേഴ്സ് ഉള്ള ഭൂതം നമ്മൾ എങ്ങനെ തോൽപ്പിക്കും? മാജിക്കൽ പവേഴ്സ് കൊണ്ട് തന്നെ. ആരിന്റെ മാജിക്കൽ പവേഴ്സ് ആണ്? നമ്മളുടെ ജീപ്പ് തന്നെ അമ്പും വില്ലിന്റെ. ഓ, റിയ, അത് നന്നായിട്ടുണ്ട് തോന്നുന്നു. അത് കുഴപ്പമില്ല റിയ, അപ്പോൾ നമുക്ക് പോകാം. നമുക്ക് ഇപ്പോൾ പുറപ്പെടാം. പക്ഷെ എങ്ങനെ പോകും? എൻ്റെ കയ്യിൽ റോക്കറ്റ് ഉണ്ട്. അതിൽ പോയാലോ? അത് ഞാൻ ഓടിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ കൂടെ. ഞാൻ സയൻറ്റിസ്റ്റ് അല്ലേ, ചെറിയ കുട്ടി സയൻറ്റിസ്റ്റ്. അടിപൊളി ജീപ്പ്, നമുക്ക് അതിൽ പോവാം. റിയ, സ്ഥലം എവിടെയാണ്? ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തൊരു പ്ലാനറ്റ് ഉണ്ട്, അവിടെയാണ്. ഓക്കെ. ആ, റാസ്രയല്ലേ? അതന്നെ. നമ്മൾക്ക് ഈ മിഷൻ പൂർത്തിയാക്കിയാൽ ഈ ലോകത്തെ മുഴുവനും അപകടത്തിൽ നിന്ന് രക്ഷിക്കാവുന്നതാണ്. അത് നോക്കൂ, റെയിൻബോ പ്ലാന്റ് മുമ്പിൽ കണ്ട? അതാണ് എന്താണ് റാസയ. അങ്ങനെ എന്താണ്? ശരി, റാസ പ്ലാന്റ് ഇപ്പം എത്തും. അയ്യോ, എനിക്ക് പേടിയായി കുലുങ്ങുമ്പോൾ. എത്തിയാ? അതാ നോക്കൂ, അടിപൊളിയുണ്ട്. നിങ്ങൾ ആരാണ്? കണ്ടറിയില്ലേ? നിങ്ങൾ അപകടത്തിലാക്കി ഞാൻ ഈ രാക്ഷസൻ. പക്ഷെ എന്തിനാ നിങ്ങൾ അപകടത്തിൽ ചാടിച്ച്? എർത്ത് എനിക്ക് വേണം. ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എർത്തിനെ പൊട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. എന്നിട്ട് അവിടെ മുഴുവൻ ഞാൻ ഭരിക്കും. ഈ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ എർത്ത് പോയാൽ മൊത്തം എൻ്റെ രാജ്യമായിരിക്കും. പിന്നെ ഇങ്ങനെ അമ്പ് വിട്ടിട്ടൊന്നും കാര്യമില്ല. ഞാനല്ല എൻ്റെ ജീവൻ, എൻ്റെ പുറകിലിരിക്കുന്ന ഹാർട്ടാണ് എൻ്റെ ജീവൻ. മാത്രമല്ല, അതെനിക്ക് ബുദ്ധി തരും, പവേഴ്സ് തരും, എല്ലാം തരും. ഞാൻ വെറും കൺട്രോളിങ് സിസ്റ്റം, അത്രേ ഉള്ളൂ. നീ വേഗം ഞങ്ങളെയൊക്കെ ഇതിൽ നിന്ന് രക്ഷിച്ചോ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം അറിയും. എൻ്റെ മാത്രമല്ല, ഈ പ്രത്യേകിച്ച് JCBയുടെയും പിന്നെ നമ്മൾ റിയയുടെയും. അപ്പോൾ നിങ്ങളുടെ പേര് JCB റിയ. നിങ്ങളെല്ലാം ഞാൻ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ആരാണ് പേര്? നീ ആരാദ്യം? ഞാനാണ് റോബോട്ടിക് ട്രക്ക്. കണ്ടാൽ മനസ്സിലാവുന്നില്ലേ? ഞാനാണ് എക്സ്പോ റോബോട്ട്. ഞാനാണ് ജെറ്റ്. ഞാനാണ് ജീപ്പ്. അറിഞ്ഞൊരു സന്തോഷം. നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നോ? ഒന്ന് പൊയ്ക്കോ. എനിക്ക് സുഖമായിട്ട് കടന്നുറങ്ങാനുള്ള സമയമാണിത്.
ഇപ്പൊ നിങ്ങൾ സുഖമായി കടന്നുറങ്ങിയാൽ ഞങ്ങളുടെ ഉറക്കം അവിടെ പോകും. നിങ്ങൾ കുറച്ച് ബുദ്ധിശാലികളാണ് തോന്നുന്നു. ശരി, ഒരു കുഴപ്പമില്ല. റിയ, റിയ. കുഴപ്പമില്ല, കമ്പ് വിടാം. ഇവനെ എങ്ങനെയെങ്കിലും ബുദ്ധിപൂർവ്വം തോപ്പിക്കണം. അപ്പൊ ഞാൻ നിന്നെ കാണിച്ചു തരാം. ഇതെന്താ അമ്പ് പോലത്തെ? എന്തായി? ഇതുകൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. വേഗം പൊയ്ക്കോളൂ, ഇല്ലെങ്കിൽ എൻ്റെ കയ്യില് ചൂട് അറിയേണ്ടി വരും നിങ്ങൾക്ക്. വോ, അപ്പൊ ഈ കളിയിൽ JCB ആണ് നമ്മുടെ ഐഡിയ ഹീറോ. റിയാണ് ആക്ഷൻ ഹീറോ. അത് ശരിയാണ്. അപ്പൊ ഞാൻ ഐഡി ഹീറോ അല്ലേ? മതി ഐഡിയ. അപ്പോൾ ഇവൻ പറഞ്ഞത് ഞാൻ ഒരു കൺട്രോളിങ് സിസ്റ്റം മാത്രമാണ്. ബാക്കിലുള്ള ഹാർട്ടാണ് എനിക്ക് ജീവൻ നൽകുന്നത്, പവേഴ്സ് നൽകുന്നത്, പിന്നെ ജീവനെ അതാണ്. അപ്പോൾ അതിന് നശിപ്പിച്ചാൽ ചിലപ്പോൾ ഈ ഐഡിയ നശിച്ചാലോ? റിയ, ഇത് നോക്ക്. ശരി, അങ്ങനെ ചെയ്യാം. അത് നല്ല ഐഡിയ. ഉറപ്പാണോ? ആ, ഉറപ്പ്. ഇങ്ങേറ്റും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇല്ല, നമുക്ക് അങ്ങനെ മനസ്സിലായി. അത് നീ തന്നെ എല്ലാ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഹാർട്ടാണ് നിന്റെ ജീവൻ, ഹാർട്ടാണ് നിനക്ക് ഐഡിയാസ് തരുന്നത്. നീ വെറും മറ്റേ റോബോട്ടിനെ പോലെ എന്നൊക്കെ നീ തന്നെയുടെ കണ്ട പറഞ്ഞു. തെറ്റുകൊണ്ട് ഞാൻ എങ്ങനെയോ തോറ്റുപോയി. ഞാൻ നിങ്ങൾ ഇപ്രാവശ്യം ജയിച്ചു. ഇപ്രാവശ്യം ഞാൻ ഏതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങൾ ആക്രമിക്കാൻ വരും. ഇപ്പോൾ അയ്യോ, എൻ്റെ ഹാർട്ട് പോയി. ഇപ്പൊ ഞാനും പോകും. അങ്ങനെ നമ്മുടെ ഐഡി ഹീറോവും ആക്ഷൻ ഹീറോവും കൂടെ ഇത് അടിപൊളിയാക്കി തീർത്തു. ലെറ്റ്സ് എൻജോയ്.